ഇപ്പോൾ തുടങ്ങല്ലേ. സോ നത്തിങ് അവരുടെ ഏറ്റവും വലിയ പ്രോബ്ലം ഇതുവരെയുള്ള അതിനകത്ത് അഡ്രസ്സ് ചെയ്ത് ഈ ഒരു ഫോണുമായിട്ട്. ഇതാണ് നത്തിങ് ഫോൺ 4B. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 32,000 രൂപയ്ക്ക് കാർഡ് ഓഫേഴ്സ് കഴിഞ്ഞൊക്കെ കിട്ടും. നിങ്ങൾ 34,000, 30,000, 32, 33 റേഞ്ചിന് ഈ ഫോൺ. പക്ഷേ എനിക്ക് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഏറ്റവും വാല്യൂ ഫോർ മണി ഫോണാണോ എന്ന് വെച്ചാൽ പ്യുവർലി ഞാൻ അല്ലാതെ പറയും. ഇതിനെക്കാട്ടി ഈ വിലയ്ക്ക് ഇഷ്ടം പോലെ വാല്യൂ ഫോർ മണി ഫോണുണ്ട്. പക്ഷെ എന്നാലും ഐ ലൈക്ക് ദിസ് ഫോൺ. അവിടെ എനിക്ക് കാര്യം പറയാനുള്ളത്. എനിക്ക് ഈ ഫോൺ സത്യം പറഞ്ഞാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുമെന്ന് വെച്ചാൽ റെക്കമെൻഡ് ചെയ്യും. എനിക്ക് ഈ ഫോൺ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട്. എങ്ങനെ സ്നാപ്ഡ്രാഗൻ്റെ 6 Gen 4 ഉള്ള ചിപ്സെറ്റാണ് ഈ വിലയ്ക്ക്. അതേപോലെ പ്ലാസ്റ്റിക് ബിൽഡാണ്, പ്ലാസ്റ്റിക് ഫ്രെയിമാണ്. എന്നാലും ചില കാര്യങ്ങൾ നത്തിങ് ഹാസ് ഡൺ ഗ്രേറ്റ് ജോബ് എന്ന് എനിക്ക് പറയുള്ളൂ. സോ എന്താണ് ആദ്യമേ പറഞ്ഞത്? ആദ്യമേ തന്നെ എനിക്ക് ഈ ഫോണിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ OS, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ദാറ്റ് ഈസ് പ്യുവർലി നത്തിങ്ങിൻ്റെ ബ്ലിസ്. ഈ ഫോൺ നമ്മൾ ഓരോ വട്ടം ഉപയോഗിക്കുമ്പോഴും ഒരു പുതിയൊരു ടോയ് ഉപയോഗിക്കുന്ന ഒരു ഫീലാണ്. നമുക്ക് ആ ഒരു ഫ്രഷ്നെസ്സും ഒരു കൂൾനെസ്സും നത്തിങ്ങിൻ്റെ ഓവറോൾ വൈബ് നമുക്ക് മനസ്സിലാവും. അതിൻ്റെ കൂടെ തന്നെ നല്ല ബാക്ക് ആൻഡ് സപ്പോർട്ടും ഒരുപാട് ബഗ്സോ ഫിക്സസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത അത്യാവശ്യം നല്ല റിലയബിൾ ആയിട്ടൊരു സോഫ്റ്റ്വെയറും കൂടെ. 3 വർഷത്തെ മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് നത്തിങ് അതിൽ പ്രൊവൈഡ് ചെയ്യുന്നു ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും എനിക്കൊരു ചെറിയ ഗ്രൈം ഉള്ളതെന്ന് വെച്ചാൽ ഫ്രണ്ടിലേക്ക് വരും. ഈ ഡിസ്പ്ലേ നിങ്ങൾ കണ്ടോ? ഡിസ്പ്ലേ കാണാനൊക്കെ അടിപൊളി ഡിസ്പ്ലേ ആണ്. പക്ഷേ ഇതിൻ്റെ ബെസൽസ് എൻ്റെ പൊന്നെ ഒരു ലക്ഷ്യമില്ല കേട്ടോ. 2015 ഇറങ്ങിയ ഫോണിൻ്റെ ബെസൽസിൻ്റെ കണക്ക് ഈ വിലയ്ക്ക് നിങ്ങൾക്ക് ഈ ബെസൽസ് കാണുന്നത് ഭയങ്കര ചങ്കി ബെസൽസാണ്. അത് ബോധേഡ് ആവുമെന്ന് ചോദിച്ചാൽ നത്തിങ് അവരുടെ OSൽ ഭയങ്കര കിടിലമായിട്ട് ബ്ലാക്ക് കോൺട്രാസ്റ്റി ഐക്കോൺസും തീംസും ഒക്കെ വെച്ച് ഇതൊരു ഫങ്കി ഫോണാക്കാൻ നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും എന്താ പറയുക അങ്ങനെ നോട്ടീസ് ചെയ്തില്ലേ ബെസൽസ്. പക്ഷേ എന്നാലും ആസ് എ ടെക് യൂട്യൂബർ എൻ്റെ കണ്ണിൽ ആ ഒരു ബസ്സിൽ പതിഞ്ഞാൽ പിന്നെ അത് പോകാൻ ഭയങ്കര പാടാണ്. ഗൈസ് ഭയങ്കര വലിയ ബസ്സസ് ഉണ്ട്. 15,000 രൂപയ്ക്ക് താഴെ 10 രൂപയ്ക്ക് താഴെയുള്ള ഫോണിൻ്റെ അത്രയും ബസ്സൽസ് എടുത്തു. ബസ്സൽസ് ഭയങ്കര പ്രശ്നമാണെങ്കിൽ ഈ ഫോൺ ഭയങ്കര ഒരു ബാഡ് ഡീൽ ബ്രേക്കറായി പോകും. പക്ഷേ ബസ്സൽസിൻ്റെ അകത്ത് വരുന്ന ഡിസ്പ്ലേനകത്ത് നത്തിങ് ഡ്രാഗൺ ടെയിൽ പ്രോ ഗ്ലാസ് പ്രൊട്ടക്ഷൻ എന്നൊക്കെയാണ് പറഞ്ഞു കൊടുത്തേക്കുന്നത്. എന്താണ് അവർ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ തറയിട്ട പൊട്ടും. പക്ഷേ മാർക്കറ്റിംഗ് ഗിമിക്ക് പോലൊരു ഡ്രാഗൺ ടെയിൽ എന്ന് പറഞ്ഞൊരു എന്ത് പുതിയൊരു പേര് കൊണ്ടുവന്ന് തന്നെയാണ് കൊണ്ട് ഞാൻ കമ്പനീനെ കുറിച്ച് നോക്കി എനിക്കൊന്നും കാണാനൊന്നും പറ്റില്ല കേട്ടോ. പക്ഷേ ഡിസ്പ്ലേനെ കുറിച്ച് പറയുമ്പോൾ ഹൈലി ക്ലാരിറ്റി ഉള്ള നല്ലോണം കാലിബ്രേറ്റ് ചെയ്ത ഹൈ റിഫ്രഷ് റേറ്റ് ഉള്ള നല്ല റിഫ്രഷ് റേറ്റ് ഉള്ള 2000 HPM പീക്ക് ബ്രൈറ്റ്നസ്സും ഒക്കെ ഉള്ള കിടിലം ഡിസ്പ്ലേ. 2000 പീക്ക് ബ്രൈറ്റ്നസ് ആണ്. HBMനെ കുറിച്ച് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഭയങ്കര വെയിലത്ത് ഞാൻ ഉപയോഗിച്ചപ്പോൾ എനിക്ക് തോന്നി ഇച്ചിരിയും കൂടെ ബ്രൈറ്റ്നസ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ഇച്ചിരി കൂടെ കിടിലമായിരുന്നു. പക്ഷേ വ്യൂയിങ് ആംഗിൾസോ കളേഴ്സോ കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമില്ല. ഭയങ്കര രസമാണ് ഈ ഡിസ്പ്ലേനകത്ത്. അടുത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ സാധനത്തിനകത്ത് ബാറ്ററി 6000 mAh ആണ് ബാറ്ററി ഉള്ളത്. 2 ഡേ ഫോൺ, ഈസി 2 ഡേ ഫോൺ എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ഞാൻ എൻ്റെ ഭയങ്കര പയ്യുള്ള കാഷ്വൽ ഗെയിമിംഗ് ഒന്നും ഇല്ലാത്ത സോഷ്യൽ മീഡിയ, വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം, UPI അങ്ങനെ ഒരു ജീവിതം ജീവിക്കുമ്പോൾ എനിക്ക് ഇതിനകത്ത് ഒരു ദിവസം 60% വെച്ച് എന്താ ബാക്കിൽ വരുന്നുണ്ട്. കാരണം ഞാൻ എനിക്ക് സെക്കൻഡറി ഫോണായിട്ടാണ് ഞാൻ കേട്ടോ ഉപയോഗിക്കുന്നത്. മെയിൻ 5G എന്നും എപ്പോഴും ഉപയോഗിക്കുന്നത്. പക്ഷെ എന്നാലും ഒരു സെക്കൻഡറി ഫോണൊക്കെ ആണെങ്കിൽ അന്യായം മാരക ബാറ്ററി ലൈഫ് ഉണ്ട്. സ്റ്റുഡൻസിനോ കാര്യങ്ങൾക്കോ ഒക്കെ ആണെങ്കിൽ ഭയങ്കര ഉള്ള ബാറ്ററി ലൈഫോ ഒരു രീതിയിലും പേടിക്കണ്ട. ആൻഡ് ബാറ്ററി ലൈഫിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഹീറ്റിംഗ് ഉണ്ടല്ലോ, കുത്തിയിടുമ്പോഴോ ചാർജ് ചെയ്യുമ്പോഴോ ഒന്നും എനിക്ക് ഭയങ്കര ഹീറ്റിങ്ങോ കാര്യങ്ങളൊന്നും ഫേസ് ചെയ്തിട്ടില്ല. അൾട്രാ ഫാസ്റ്റ് ചാർജിങ് എന്നൊന്നും പറയുന്ന സാധനമൊന്നും ഇതിനകത്തില്ല. നോർമൽ ഫാസ്റ്റ് ചാർജിങ് പോലത്തെ സാധനങ്ങളും പരിപാടികളൊക്കെയാണ് ഇവർ കൊടുത്തേക്കുന്നത്. ബാറ്ററിനെ കുറിച്ച് എനിക്ക് എത്ര പറഞ്ഞു. ഇനി നേരെ പെർഫോമൻസിലേക്ക് പോകും. സോ ഗൈസ് എല്ലാവരും ഡീൽ ബ്രേക്കർ ആയിട്ട് പറയാൻ പോകുന്ന ഒറ്റ കാര്യത്തിലായിരിക്കും. ദാറ്റ് എമർജൻസി കോൾ പോകുന്നേ പിന്നെ ദേഷ്യം വന്നപ്പോൾ ഞെക്കി പൊട്ടിച്ച കേട്ടോ. അത് ദേഷ്യം വന്നല്ല ഇങ്ങനെ ആ ഒരു സംബന്ധം എടുത്ത് നമ്മൾ വെച്ച് എന്തുകൊള്ളും. എനിക്ക് അന്യായ ബാക്ക്ലാഷ് വന്ന് ഈ ഫോണിനകത്ത്. അതിനകത്ത് ഇരിക്കുന്ന ചിപ്സെറ്റാണ് സ്നാപ്ഡ്രാഗൻ്റെ 6 Gen 4. പക്ഷെ എല്ലാവരും നോട്ടീസ് ചെയ്യാത്തൊരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തു. അതിൻ്റെ ക്ലസ്റ്റർ അറേഞ്ച്മെൻറ്റ്സും GPU കോൺഫിഗറേഷനും ഒക്കെ നോക്കിയപ്പം അഡ്രീനോ 810 കണക്കൊരു GPU ഇതിനകത്തുണ്ട്. ആ GPU ഭയങ്കര കിടിലമാണെന്നല്ല പറയുന്നത്. പക്ഷേ ഈ പ്രൈസിന് അത്യാവശ്യം നല്ലൊരു GPU കേട്ടോ. അതുകൊണ്ട് നിങ്ങളത് മറക്കണ്ട. അത്യാവശ്യം ഗെയിമിങ്ങിൻ്റെ കാര്യങ്ങൾക്കും ഒക്കെ നിങ്ങൾക്ക് നല്ലൊരു കിടിലം ചിപ്സെറ്റ്. ഈ ചിപ്സെറ്റ് ഒരു 4 നാനോമീറ്റർ ഫാബ്രിക്കേഷനകത്ത് വരുന്നത്. എന്ന് വെച്ചാൽ പ്ലെൻറ്റി സ്മോളാണ്. പക്ഷേ ഇപ്പോൾ 2 നാനോമീറ്റർ വരെ ഉണ്ട്. ഭയങ്കര സ്മോളാണെന്ന് ഞാൻ പറയുന്നില്ല. ആ ഫാബ്രിക്കേഷനകത്ത് വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. ഈ ബാറ്ററി ലൈഫും ഹീറ്റ് ഡിസിപ്പിയേഷനും എന്നാൽ അത്യാവശ്യം സ്നാപ്പി പ്രോസസ്സറാണ്. എനിവേസ് നിങ്ങൾക്ക് ഈ പ്രൈസ് റേഞ്ചിനകത്ത് ഏറ്റവും അടിപൊളി പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫോണാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ ഇങ്ങോട്ട് നോക്കുക. വേണ്ട വേ ബെറ്റർ ഗെയിമിംഗ് ഫോണും വേ ബെറ്റർ പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫോണുണ്ട്. ദ പ്രോസസ്സർ സിംപ്ലി
ഡസ് ദ ജോബ് എന്നിങ്ങനെ പറയുള്ളൂ. കൊടുത്ത ജോലി ചെയ്യുന്നു. ഈ ഫോൺ ഒരിക്കലും ഗെയിമറോ കാര്യങ്ങളോ ഒന്നും വാങ്ങിക്കും, ഒന്നെങ്കിൽ സ്റ്റുഡൻസ് അല്ല അപ്പന്മാരോ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. അവർക്ക് ഈ പ്രോസസ്സർ ഓക്കെയാണ്. എന്നാലും പ്രൈസിന് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചില്ല. അടുത്ത് എന്നെ സർപ്രൈസ് ചെയ്തൊരു കാര്യം ഇസ് ക്യാമറാസ്. ഗൈസ്, നത്തിങ്ങിൻ്റെ ഇമേജ് ISP പ്രോസസ്സിങ് അവരുടെ ട്രൂ ലെൻസ് സിഗ്നേച്ചർ 4 എന്നങ്ങാണ്ട് പറഞ്ഞൊരു പുതിയ ട്രൂ ലെൻസ് 4 എന്നങ്ങാണ്ട് പറയുന്ന പുതിയൊരു ടൈപ്പ് ഓഫ് ഇമേജ് പ്രോസസ്സിങ്ങിനകത്തോട്ട് പറയുന്നുണ്ട്. ആൻഡ് ഐ ലവ് ഇറ്റ് എന്ന് പറഞ്ഞാൽ ഗൈസ്, ഇതിനകത്തിരിക്കുന്ന ഫോട്ടോസ് ഭയങ്കര നാച്ചുറൽ ഫോട്ടോസ്. സാംസങ്ങിൻ്റെ കണക്കോ ഷവോമിയുടെ കണക്കോ ഒന്നും പ്രോസസ്സ് ചെയ്ത് വെറുപ്പിക്കുന്നില്ല. നത്തിങ്. ഒരു മേജർ പ്രോബ്ലം ഞാൻ തുടക്കത്തിൽ ഫിക്സ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അത് ഇവരുടെ ട്രൂ ലെൻസ് 4 ആണ് ഗൈസ്. ദിസ് ഇസ് എ ജനറേഷണൽ ഏറ്റവും ഇടയിലും ഒരുപാട് പേര് സംസാരിക്കാത്ത ഭയങ്കര അണ്ടർ റേറ്റഡ് സാധനമാണ് ഇവരുടെ ഈ ഫോട്ടോ എഞ്ചിൻ. ഇസ് സോ ഗുഡ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. സോ നാച്ചുറൽ എന്നാൽ അത്യാവശ്യം വൈബ്രന്റും കളർഫുള്ളും ആണ്. നത്തിങ് ഹാസ് ഡൺ എ ഗുഡ് ജോബ്. HDR കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്തിട്ട് ചെയ്യാൻ നിങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഫോട്ടോസൊക്കെ ജസ്റ്റ് ഞാൻ സ്നാപ്പ് ചെയ്തേ, ജസ്റ്റ് ഞാൻ ഒരുപാട് ചിന്തിച്ചോ കാര്യങ്ങളൊന്നുമില്ല, ചുമ്മാ ഫോട്ടോ എടുത്ത ഫോട്ടോസാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നത്തിങ് ഹാസ് ഡൺ എ റിയലി ഗുഡ് ജോബ്. സംസ് നത്തിങ്. പക്ഷേ വീഡിയോ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഞാൻ ഒരുപാട് പറയുന്നില്ല. ഇവിടെ സാമ്പിൾ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. എനിക്കറിയത്തില്ല. പിന്നെ മെയിനായിട്ട് 50 MP ഉണ്ട്, പിന്നെ ഒരു വൈഡ് ആംഗിൾ ഉണ്ട്. അത് എത്ര MB പോലും അവരുടെ വെബ്സൈറ്റിൽ നത്തിങ്ങിന് നേരെ പറയുന്നില്ല. എനിക്ക് തപ്പി പിടിച്ച് കണ്ടു, പക്ഷേ വലിയ സുഖമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവന്മാരുടെ വീഡിയോസിനകത്ത് 4K ഇതൊന്നും വൈഡ് ആംഗിൾ കൊടുക്കാത്ത. എനിക്ക് വീഡിയോ വൈഡ് ആംഗിൾ ഞാൻ നോക്കിയിട്ട് കണ്ടതേ ഇല്ല. എനിക്കറിയില്ല എന്താ നത്തിങ് ചെയ്തതെന്ന് ഗൈസ്. എനിക്ക് ഇത്രയൊക്കെ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. പിന്നെ ഞാൻ നത്തിങ്ങിൻ്റെ ഈ ഒരു സാധനത്തിനെ കുറിച്ച് പറയാത്തത് പ്രിറ്റി യൂസ്ലെസ് ഗൈസ്. ശരിക്കും ഭയങ്കര യൂസ്ലെസ് ആയ ഒരു സാധനമാണ് ഈ നത്തിങ്ങിൻ്റെ ഈ സാധനം. അത് എത്ര പേർക്ക് അറിയാമെന്ന് പറഞ്ഞാൽ ഞാനിത് ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടെങ്കിലേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഒരു ഗുണവും ഇതുകൊണ്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ രാത്രി ഫ്ലാഷ് ആയിട്ട് ഉപയോഗിക്കുള്ളൂ. അതിന് വെളിച്ചം ഉണ്ടോയെന്ന് വെച്ചാൽ ആ ഒരു വെളിച്ചം ഇതുവരെ അതിനകത്തില്ല. ഞാൻ എന്തോ പറയാനാണ്. ഇത് അത്യാവശ്യം യൂസ്ലെസ് ആയിട്ടൊരു സാധനമാണ്. ഓവറോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഈ ഫോൺ നത്തിങ് വലിയൊരു പ്രശ്നം സോൾവ് ചെയ്തു. അവരുടെ ക്യാമറയുടെ ഫോട്ടോ പ്രോസസ്സിങ് എഞ്ചിൻ മാത്രം. ബാക്കി പെർഫോമൻസ് രീതിയിലായിക്കോട്ടെ, ബാക്കി എന്താ പറയണ സോഫ്റ്റ്വെയർ രീതിയിൽ അത്യാവശ്യം നൈസ്. ബാക്കി ഏത് രീതിയിലാണ് ഇത് വാല്യൂ ഫോർ മണി അല്ല. പക്ഷേ നിങ്ങൾക്ക് 35,000 രൂപയ്ക്കകത്ത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ വേറെ ഒരുപാട് ഫോണില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. എക്സ്പീരിയൻസ് ആസ് എ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി. ആ ഒരു പ്യുവർ ബ്ലിസ് ഓഫ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും തരക്കേടില്ലാത്തൊരു ക്യാമറ സിസ്റ്റം, അത്യാവശ്യം ബാറ്ററി ലൈഫ് വേണമെങ്കിൽ ഇതെടുക്കാം. പക്ഷേ ഒരു രീതിയിലും ഒരു സെഗ്മെൻറ്റിൽ നോക്കുവാണെങ്കിൽ ഇത് വാല്യൂ ഫോർ മണി ആണെന്ന് ഞാൻ പറയുന്നുണ്ട്. തലി പോലും ചെയ്യണം ഗൈസ്. അനാവശ്യമായ ഒരുപാട് പ്രൊമോഷൻ യൂട്യൂബേഴ്സ് ഇതിനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ വെറും കള്ളത്തിനാണ്. അതെനിക്ക് പറയാനുണ്ട്. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുക. ഞാൻ ഈ ഫോൺ റെക്കമെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഇഷ്ടംപോലെ പൈസയുടെ ഒരു വെറൈറ്റി ഫോൺ വേണം. പെർഫോമൻസ് നിങ്ങൾക്ക് വലിയൊരു കാര്യമില്ല, വാല്യൂ ഫോർ മണി നോക്കുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് ബാറ്ററി ലൈഫും കുഴപ്പമില്ലാത്ത ക്യാമറാസും നല്ല കിടിലം സ്മൂത്ത് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ വേണ്ടത്. നിങ്ങൾ ഒരുപാട് ഫോണൊന്നും പുഷ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ദിസ് വർക്ക്സ്. ഇത് നിങ്ങൾക്ക് വർക്ക് ചെയ്യും എന്നേ ഞാൻ പറയുന്നുള്ളൂ, അല്ലാതെ കിടിലം ഫോണൊന്നും പറഞ്ഞത്. ക്യാമറ എഞ്ചിൻ ഗുഡ് ജോബ്, തംസ് അപ്പ് നത്തിങ്. സോ ഗൈസ്, ശ്രീ ഹിയർ. ഞാൻ ഒരുപാട് പറഞ്ഞു വെറുപ്പിക്കുന്നില്ല. ടോക്ക് ടു ഗൈസ് ലേറ്റർ. നത്തിങ് അവരുടെ ഒരു കിടില അപ്രോച്ചാണ് ഇതിലൂടെ ചെയ്തത്. പക്ഷേ അപ്രോച്ച് ഒരു ഫെയിലിയർ ആണെന്ന് എനിക്ക് പറയുള്ളൂ. സോ ഗൈസ്, ശ്രീ ഹിയർ. ടോക്ക് ടു ഗൈസ് ലേറ്റർ. റിവ്യൂ ഗൈസ്. വേറൊരു കാര്യം, ഇങ്ങനെ നെഗറ്റീവ് റിവ്യൂ പറയുമ്പോൾ എനിക്ക് ഒരുപാട് ബാക്ക്ലാഷസ് കിട്ടുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ കമ്പനീസിൻ്റെ കയ്യിൽ നിന്നും എനിക്ക് ഒരുപാട് എന്താ പറയുക, എൻ്റെ കയ്യിൽ ഈ ഡിവൈസ് എത്തിക്കാതിരിക്കുക ഒരു കമ്പനി എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതെല്ലാം ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ റീസെൻ്റ് ആയിട്ട് നടന്നൊരു കഥ പറഞ്ഞാൽ, എനിക്ക് ഈയിടെ തന്നിട്ടിങ്ങനെ വെണ്ടറിനെ വിളിച്ച് ബ്ലോക്ക് ചെയ്യുന്നു, അത് വിളിച്ച് ബ്ലോക്ക് ചെയ്യുന്നു, ഇവിടുന്നൊക്കെ തെറി വിളിക്കുന്നു. ഗൈസ്, പ്ലീസ് സപ്പോർട്ട്. എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ ഒരുപാട് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത്. കാരണം എൻ്റെ കയ്യിൽ വരുന്ന ഡിവൈസസിൻ്റെ എണ്ണം കുറഞ്ഞു തുടങ്ങി, വീഡിയോസ് ചെയ്യാൻ പറ്റാതായി വരുന്നു. എനിക്ക് ഇവിടുന്നൊക്കെ ബാക്ക്ലാഷ് വരുന്നു. കാരണം ട്രൂലി നിങ്ങൾക്ക് ഞാൻ ഈ ചാനലിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഫോണുകൾ ശരിക്കും വാല്യൂ ഫോർ മണി അല്ല, വാല്യൂ പെർസ്പെക്റ്റീവ്സാണ്. അല്ലാതെ ഞാൻ ഇവിടെ ഒറ്റ ഫോൺ റിവ്യൂ വരും കാശ് മേടിച്ച് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. ഐ നീഡ് യുവർ സപ്പോർട്ട് ഗൈസ്, പ്ലീസ്. ടോക്ക് ടു ഗൈസ് ലേറ്റർ. ലവ് യു, ശ്രീ.